بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടദിനങ്ങളിൽ ഉൾപ്പെടുത്തി ഇഹപര നന്മകൾ കൊയ്തെടുക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വർഷത്തിലെ ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ ഏറെ പുണ്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ 2 സ്ഥലത്ത് ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമി മഅലൂമാത്ത്. അവർക്ക് ഉള്ള പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമത്തെ സ്മരിക്കാൻ വേണ്ടിയും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് ഈ അയ്യാം മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം. ഇവിടെ പറഞ്ഞ അയ്യാം മഅലൂമാത്ത് എന്നതിൻ്റെ ഉദ്ദേശമെന്ന് മഹാന്മാരായ സഹാബാക്കൾ, താബിഉകൾ, ഇമാമുകൾ തുടങ്ങിയവരൊക്കെ അഭിപ്രായപ്പെട്ടതായി തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ കഴിയും. അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് 10 ദിവസങ്ങളാണ്. 10 ദിവസങ്ങളാണ്. ബബിൽ ജുംല ടോട്ടൽ പറയുകയാണെങ്കിൽ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഫഹാദൽ അശറു ഖദ് ഖീല, ഈ 10 ദിവസം ഏതാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതാണ്? ഇന്നഹു അഫ്ളലു അയ്യാമി സന, ഈ 10 ദിവസങ്ങളാണ് വർഷത്തിലെ ദിവസങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായ. കമാ നതഖ ബിഹിൽ ഹദീസ്, ഹദീസ് അതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഹദീസ് സംസാരിച്ചതുപോലെ വർഷത്തിലെ ദിവസങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായത് ഈ 10 ദിവസമാണ്. ഫഫളലഹു കസീറുൻ അലാ അശരി റമദാനിൽ അഖീർ, പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10നേക്കാൾ ഇതിന് ധാരാളം ശ്രേഷ്ഠതയുണ്ട് എന്നും തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ കഴിയും. അപ്പോൾ റമദാനിലെ അവസാനത്തെ 10ൻ്റെ പകലിനേക്കാളും ഉത്കൃഷ്ടമായതാണ് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങൾ. രാവിൻ്റെ ശ്രേഷ്ഠത റമദാനിലെ അവസാനത്തെ 10ലെ രാവിനാണ്. അതിൽ ലൈലത്തുൽ ഖദർ ഉള്ളത് കൊണ്ട് ആ രാവിനാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. എന്നാൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്, രാവിനേക്കാളും ശ്രേഷ്ഠത റമദാനിലെ അവസാനത്തെ രാവുകളെക്കാളും ശ്രേഷ്ഠത ഈ ദുൽഹിജ്ജ 10നുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ കർമ്മങ്ങൾക്ക്, അമലുകൾ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിനങ്ങളെക്കാളും അമലുകൾ ചെയ്യാൻ, നല്ല അമലുകൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായതും ഏറ്റവും മഹത്വമേറിയതും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായതുമായ മറ്റു ദിവസങ്ങളില്ല. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, ധർമ്മസമരം, അത് ഈ 10 ദിനങ്ങളിലുള്ള അമലുകളെക്കാളും ഉത്കൃഷ്ടമല്ലേ എന്ന് മഹാനീയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
സഹാബത്ത് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരവും ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്രമങ്ങളെക്കാളും ഉത്കൃഷ്ടമായതല്ല. എപ്പോൾ? ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ, ഒരാൾ സ്വയം ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ടു, അവൻ്റെ സമ്പത്ത് ചിലവഴിച്ചുകൊണ്ട് അവൻ പുറപ്പെട്ടു, എന്നാൽ ഈ അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ സമ്പത്തിൽ നിന്നും ഒന്നും തന്നെ മടങ്ങി വന്നില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോയി, അങ്ങനെ അവൻ രക്തസാക്ഷിത്വം വഹിച്ചവൻ ഒഴികെ, അവരൊഴികെ ബാക്കിയുള്ള ധർമ്മസമരങ്ങളെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഈ 10 ദിനങ്ങളിലുള്ള അമലുകൾക്കാണ് എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, മാമിൻ അയ്യാമിൻ ഇൻദല്ലാഹ് അഅലമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിനങ്ങൾ, വലാ അഹബ്ബു ഇലൈഹി, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ ദിനങ്ങൾ, മിനൽ അമലി അമലുകൾ ചെയ്യാൻ ഏറ്റവും പ്രിയങ്കരമായ ദിനങ്ങൾ, ഏറ്റവും മഹത്വമേറിയ ദിനങ്ങൾ, ഫിഹിന്ന, ആ ദിനങ്ങളിൽ അമൽ ചെയ്യാൻ ഏറ്റവും പ്രിയങ്കരമാണ് അള്ളാഹ്ക്ക്. അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമേറിയതാണ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിനങ്ങളെക്കാളും അങ്ങനെ ഉത്കൃഷ്ടമായ ഒരു ദിനങ്ങളോ മഹത്വമേറിയ ദിനങ്ങളോ വേറെ ഒന്നും തന്നെയില്ല എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹാദിനേക്കാളും, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹാദിനേക്കാളും ഉത്കൃഷ്ടമായത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ 10 ദിനങ്ങളിലെ അമലുകൾക്കാണെന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞത്. ഇവിടെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ദലു, ഏറ്റവും ഉത്കൃഷ്ടമായ അമലുകൾ ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ, ഈമാനും ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനുമുള്ള വിശ്വാസമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അമലുകൾ എന്ന് മഹാനായ പ്രവാചകൻ മറുപടി പറഞ്ഞു. നബി തങ്ങളോട് വീണ്ടും ചോദിക്കപ്പെട്ടു, സുമ്മമാതാ, പിന്നെ ഏതാണ്? അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ജിഹാദും ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, ധർമ്മസമരമാണ്. അപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ അമല് അള്ളാഹുവിലും റസൂലുള്ള വിശ്വാസം, രണ്ടാമത്തെ അള്ളാഹിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹജ്ജും മബ്രൂർ, മബ്രൂറായ ഹജ്ജാണ് എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഹജ്ജിനേക്കാളും ഉത്കൃഷ്ടമായത് ഈ ധർമ്മ സമരമാകുന്ന ജിഹാദിനാണെന്നാണ് ഈ ഹദീസിൽ മഹാനായ പ്രവാചകൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞത് ധർമ്മസമരത്തെക്കാളും ഉത്കൃഷ്ടമായത് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്കാണ്. ഈ ദിവസങ്ങളിലാണല്ലോ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. അപ്പോൾ അതാണ് എന്ന് പറയുമ്പോൾ ഹജ്ജിൻ ജിഹാദിനേക്കാളും ഉത്കൃഷ്ടമായത് ഈ 10 ദിനങ്ങളിലാണ് എന്ന് നമുക്ക് ഈ ആദ്യം പറഞ്ഞ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. എന്താ ഈ 10 ദിനങ്ങൾ? തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാമിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അപ്പോൾ ഈ 10 ദിനങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ മറ്റു ദിനങ്ങളില്ല. എന്താ ഈ 10 ദിനങ്ങളിൽ ഉമ്മഹാത്തുൽ ഇബാദത്ത് എന്നറിയപ്പെടുന്ന, ആരാധനയുടെ മാതാക്കൾ ഉമ്മമാർ എന്നറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായ 5 നേരത്തെ നിർബന്ധമായ നിസ്കാരം ഈ 10 ദിനങ്ങളിലുണ്ട്, നോമ്പ് ഈ 10 ദിനങ്ങളിലുണ്ട്, സദക്ക 10 ദിനങ്ങളിലുണ്ട്, ഹജ്ജ് തുടങ്ങിയ ഇബാദത്തുകൾ ഈ ദിവസങ്ങളിൽ സമ്മേളിക്കുകയാണ്. ഇതെല്ലാം 5 നേരം നിസ്കാരം, അതുപോലെ നോമ്പ്, സദക്ക, ഹജ്ജ് തുടങ്ങിയ അമലുകളെല്ലാം 10 ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുകയാണ്. പക്ഷേ മറ്റ് ദിവസങ്ങളിലോ അത് വരുന്നില്ല. ഈ 10 ദിനങ്ങളുടെ പ്രത്യേകത അതാണ് കാരണം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ അസ്ഖലാനി, അതിന്റെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുകയാണ്, വല്ലദി യുദ്ഹിറു അന്ന സബബ ഫി ഇംതിയാസ് അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങളുടെ വേർതിരിവ്, അത് വേർതിരിക്കാനുള്ള മഹത്വം, അതിന്റെ മഹത്വം
ഈ മക്കാനി ജിത്തിമായ ഉമ്മഹാത്തുൽ ഇബാദ, ആരാധന ഉമ്മമാരെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ട്. ആരാധന മാതാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അതാണ് നിസ്കാരവും നോമ്പും സദഖയും ഹജ്ജും. ഈ 10 ദിവസങ്ങളല്ലാതെ മറ്റു ദിവസങ്ങളിൽ എന്താണ് ഇതൊന്നും ഒരുമിച്ച് കൂടുന്നില്ല. വിശുദ്ധമായ ഖുർആനിൽ വൽ ഫജ്രി വലയാലിൻ അശർ, വൽ ഫജ്ർ ഫജ്റിനെ തന്നെ സത്യം, പ്രഭാതത്തെ തന്നെ സത്യം, വലയാലിൻ അശർ 10 രാവുകളെ തന്നെ സത്യം. സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു തആല പറഞ്ഞു വലയാലിൽ അശർ, ഈ 10 രാവുകൾ എന്ന് പറഞ്ഞല്ലോ. അൽ മുറാദു ബിഹ അശ്റുൽ ഹജ്ജ, ഈ 10 രാവുകൾ കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റഹ്മത്തുള്ളാഹി തുടങ്ങിയ അതുപോലെ ഖലീഫുകളിൽപ്പെട്ട പലരും പറഞ്ഞതുപോലെ തഫ്സീർ ഇബ്നു കസീർ കാണാം, ഈ 10 രാവുകൾ കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ്. അപ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനായി അള്ളാഹു നിശ്ചയിച്ച ദിവസങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ 3 ദിവസങ്ങളാണ്. ഈ 10 ദിനങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത നിശ്ചയിച്ച ദിവസങ്ങളാണ്. ഈ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിൽ അവസാനത്തെ 3 ദിവസം ഏറ്റവും ഉത്കൃഷ്ടമായതാണ്. ഏതാ? ഒന്ന് യൗമു തർവിയ, ദുൽഹിജ്ജ 8-ാമത്തെ ദിവസം. ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുൽഹിജ്ജ 8-നാണ്. തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കയിൽ നിന്ന് മിനായിലേക്ക് ഹാജിമാർ പോകുന്നത് ദുൽഹിജ്ജ 8-നാണ്. അതായത് യൗമു തർവിയ, ഹജ്ജ് കർമ്മം ആരംഭിക്കുന്ന ദിവസം. 9 അറഫ ദിവസം. ആ മിനായിൽ നിന്ന് മുസ്ദലിഫയും താണ്ടി അപ്പുറത്ത് അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടുന്ന ആ ദുൽഹിജ്ജ 9. അൽ ഹജ്ജു അൽ അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ നാളിലുള്ള നൃത്തമാണ് ദുൽഹിജ്ജ 9-ന്റെ ആ ദുഹർ നമസ്കാരത്തോടു കൂടി മരു നമസ്കാരം വരെ അവിടെ അതിലേതെങ്കിലും ഒരു അല്പസമയം നിൽക്കുക, അതാണ് അറഫയിലെ നൃത്തം. അത് നഷ്ടപ്പെടുത്തിയാലോ ഹജ്ജ് ശരിയാവുകയില്ല. അപ്പോൾ അങ്ങനെ ഹാജിമാരുടെ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് അറഫ ദിവസം. നാമോ അറഫ ദിവസത്തിൽ അഥവാ ദുൽഹജ്ജ് 9-ന് നോമ്പനുഷ്ഠിക്കുന്നു. ദുൽഹജ്ജ് 9-ന് ഹാജിമാരുടെ അറഫ ദിവസം ആകണമെന്നില്ല, അതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ദുൽഹജ്ജ് 9 എന്നാണോ നമുക്ക് ആ ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കുക. അതിന് മുമ്പ് ദിവസം അത് ഹാജിമാരുടെ ആ അറഫയോട് യോജിക്കാൻ വേണ്ടിയാണ് 8-ാമത്തെ ദിവസവും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായത്. അപ്പോൾ അവരുടെ അറഫയോട് യോജിക്കലാകും, നമുക്ക് ആ ദിവസം നോമ്പ് പിടിക്കലാകും. 9-ന് നമ്മുടെ നാട്ടിലെ 9-ന് അറഫ നോമ്പും, അങ്ങനെ 8, 9 നോമ്പ് പിടിക്കാൻ കഴിയും. 10-ാമത്തെ ദിവസം യൗമുൻ നഹ്റാണ്. ഹാജിമാർ അവിടെ ഹദിയകൾ, ഹാജിമാരല്ലാത്ത നമ്മളെപ്പോലുള്ളവർക്ക് ഉദഹിയത്ത് ഇതൊക്കെ അറക്കുന്നത് കൊണ്ടാണ് യൗമുൻ നഹർ എന്ന് പറയുന്നത്. ഈ ദിവസം നാം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്, ഈദുൽ അദ്ഹ ആഘോഷിക്കുകയാണ്. അപ്പോൾ ദുൽഹിജ്ജ 8, 9, 10 ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ 9 നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇവിടെ തിസ്അദിൽ ഹിജ്ജ എന്ന പദത്തിന് ദുൽഹിജ്ജയിലെ 9 ദിനങ്ങൾ എന്നർത്ഥം കൊടുത്ത ഉലമാക്കളുണ്ട്. അപ്പൊ ദുൽഹിജ്ജ 9-ലെ നോമ്പിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ്, ഇന്നി അഹ്തസിബു അലല്ലാഹ്, ദുൽഹിജ്ജ 9-ന്റെ നോമ്പ്, ഇന്നി അഹ്തസിബു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഞാൻ ഭാവിക്കുന്നു, അയ്യുകഫറ സനത്തല്ലത്തി ഖബലഹു വ സനത്തല്ലത്തി ബഅദ, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ, വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ ഭാവിക്കുകയാണ് എന്ന് മഹാനായ വിശ്വാസം. അപ്പോൾ മറ്റൊരു നോമ്പിനും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ദുൽഹിജ്ജ 9-ന്റെ അറഫ ദിവസത്തെ നോമ്പ്, അതിന് മുമ്പുള്ള ഒരു വർഷത്തെ നോമ്പിന് ആ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ ഈ നോമ്പ് കാരണമാണ്. ഈ ദുൽഹിജ്ജ 9-ന് ശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തുതരാൻ, ചെറുപാപങ്ങൾ പുറത്തുതരാൻ കാരണമാകുന്ന നോമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി മഹത്വങ്ങളുള്ള ഈ ദുൽഹിജ്ജ മാസത്തെ ആദരിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ, നമ്മെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ഇബാദത്തുകളെ കൊണ്ട് ധന്യമാകാൻ, ദിക്റുകൾ ഉരുവിടാൻ, തസ്ബീഹുകൾ ഉരുവിടാൻ, തക്ബീറുകൾ ഉരുവിടാൻ സാധിക്കുന്നവർ ഉദഹയ്യത്ത് കൊടുക്കാൻ, ബലിപെരുന്നാൾ നമസ്കരിക്കാൻ, ഇങ്ങനെയുള്ള സൽക്രമങ്ങൾ വ്യാപൃതരാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ,
വന്നിരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമും മായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവന്റെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ അള്ളാഹുത്തല മാറ്റി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.